നമസ്കാരം. കേസിനോട് സഹകരിക്കുന്നില്ലെന്ന വാദങ്ങളെ തള്ളി രാഹുലിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ശാസ്ത്രമംഗലം അച്യുത് രംഗത്ത്. രാഹുലിന്റെ ലൈംഗിക ശേഷി പരിശോധിച്ചില്ലേ? അദ്ദേഹം സമ്മതിക്കാതെ അത് നടത്താൻ സാധിക്കുമോ? പിന്നെ എങ്ങനെയാണ് കേസിനോട് സഹകരിക്കുന്നില്ല എന്ന് പറയുകയെന്നാണ് അദ്ദേഹം ചോദിച്ചത്. പൊട്ടൻസി ടെസ്റ്റ് നടന്നുവെന്നാണ് അഭിഭാഷകൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു വ്യക്തിക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ ആവശ്യമായ ശാരീരിക ശേഷിയുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന പരിശോധനയാണിത്. അങ്ങനെ വരുമ്പോൾ പോലീസ് എന്താണ് രാഹുൽ ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ല എന്ന് പറയുന്നതെന്നാണ് അഭിഭാഷകൻ പറയുന്നത്. നാളെ ജാമ്യ ഹർജി സമർപ്പിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അറസ്റ്റ് ചെയ്തത് മുഖ്യമന്ത്രി പിണറായിയുടെ നിർദ്ദേശപ്രകാരമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പരാതിക്കാരി അയച്ച വൈകാരികമായ ശബ്ദ സന്ദേശം മുഖ്യമന്ത്രി കേട്ടതോടെയാണ് DGPക്ക് അടിയന്തര നിർദ്ദേശം നൽകിയത്. രാഹുൽ പുറത്തു നിൽക്കുന്നത് തന്റെ കുടുംബത്തിന് ഭീഷണിയാണെന്നും അറസ്റ്റ് വൈകുന്നതിൽ വലിയ ആശങ്കയുണ്ടെന്നും സന്ദേശത്തിൽ പരാതിക്കാരി വ്യക്തമാക്കിയിരുന്നു. പരാതിക്കാരി വിദേശത്ത് നിന്ന് എത്തിയ ശേഷം 164 മൊഴി രേഖപ്പെടുത്തിയ ശേഷം മതി അറസ്റ്റ് എന്ന നിലപാട് ഇതോടെ മാറുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന് പിന്നാലെ DGP കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയാണ് അറസ്റ്റ് സംബന്ധിച്ച അന്തിമ തീരുമാനം കൈക്കൊണ്ടത്. പിന്നെ അതീവ രഹസ്യമായ നീക്കങ്ങളിലൂടെയായിരുന്നു രാഹുലിനെ അർദ്ധരാത്രി തന്നെ അറസ്റ്റ് ചെയ്തതും. ഇതിനിടെ ഉദ്യോഗസ്ഥരെ രാഹുൽ വെല്ലുവിളിച്ചിരിക്കുകയാണ്. തന്റെ കയ്യിൽ എല്ലാ തെളിവുകളുമുണ്ട്, സ്വതന്ത്രനായി നിന്നാലും ജയിക്കുമെന്നാണ് രാഹുൽ വ്യക്തമാക്കിയിരിക്കുന്നത്. രാഹുലിന്റെ DNA പരിശോധന നടത്തും. ഇതിനായി രക്തസാമ്പിൾ ശേഖരിച്ചിരിക്കുകയാണ്. എല്ലാം അഭിഭാഷകൻ പറയുമെന്ന ഉറച്ച നിലപാടിലാണ് രാഹുൽ ഇപ്പോൾ. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമാണ് ഉണ്ടായതെന്നും രാഹുൽ വ്യക്തമാക്കി. കൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 3ാം ബലാത്സംഗ പരാതിയിൽ അതിജീവിത നൽകിയ മൊഴിയിൽ ചൂരൽമലയിലെ ഫണ്ട് ശേഖരണത്തെക്കുറിച്ചും പരാമർശമുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിലെ സുഹൃത്തും യൂത്ത് കോൺഗ്രസ് നേതാവുമായ ഫെനി നൈനാനെ അടക്കം പരാമർശിക്കുന്നതാണ് അതിജീവിതയുടെ ഈ മൊഴി. ചൂരൽമലയിലെ ആവശ്യത്തിനായി ഫണ്ട് കളക്ട് ചെയ്യുന്ന സമയത്ത് രാഹുലിന്റെ സുഹൃത്ത് ഫെനി നൈനാൻ പറഞ്ഞിട്ട് ഫെനിയുടെ അക്കൗണ്ടിലേക്ക് 5000 രൂപ അയച്ചു നൽകിയെന്നാണ് FIR-ലുള്ളത്. ലക്കി ഡ്രോ നടത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്നും കഴിയുന്ന രീതിയിൽ സമ്മർദ്ദം നടത്തി വിന്നറാകാൻ ഫെനി ഉപദേശിച്ചുവെന്ന യുവതിയുടെ മൊഴി FIR-ലുണ്ട്. ആ ലക്കി ഡ്രോയിൽ സെക്കൻഡ് വിന്നർ ആയെന്നും പേര് അനൗൺസ് ചെയ്തപ്പോൾ രാഹുലിന്റെ മുഖം തുടുത്തിരുന്നെന്നുമാണ് ഫെന്നി പറഞ്ഞതായും അതിജീവിത മൊഴി നൽകിയത്. പ്രൈസ് മണി പാവങ്ങൾ ഉപയോഗിക്കാൻ ഫെന്നിയോട് പറഞ്ഞതായി യുവതി മൊഴിയിൽ പറയുന്നുണ്ട്. ഫെനി നൈനാനും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന വിവരങ്ങളും FIR-ലുണ്ട്. എന്ത് സംസാരിച്ചാലും ഫെനി അവസാനം രാഹുൽ മാങ്കൂട്ടത്തിലെ പക്കൽ എത്തിക്കുമെന്നാണ് അതിജീവിത മൊഴി നൽകിയിരിക്കുന്നത്. രാഹുലും താനും തമ്മിലുള്ള ബന്ധം ഫെനിക്ക് അറിയാമോ എന്ന് സംശയിക്കുന്നതായി യുവതിയുടെ മൊഴിയിലുണ്ട്. ഞാൻ ഫെനിയുടെ സൗഹൃദം സ്ഥാപിച്ചു. രാഹുലിന് വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നും ഒരുപാട് ഫാൻസ് രാഹുലിനുണ്ടെന്നും രാഹുലിനെ പറ്റി ഫെനി പൊക്കി പറയുകയും ചെയ്തു. രാഹുലിന്റെ ജീവിതത്തിൽ താൻ മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞത് ഈ മാനസികാവസ്ഥയിൽ എനിക്ക് ആശ്വാസമായിരുന്നു. രാഹുൽ ഫെനിയെ കൊണ്ട് എന്നെ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യുകയായിരുന്നുവെന്ന് പിന്നീടാണ് തനിക്ക് മനസ്സിലായത്. പാലക്കാട് തെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുലിന്റെ കയ്യിൽ ആഹാരം കഴിക്കാൻ പോലും പണമില്ലെന്ന് ഫെനി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ രാഹുലിന്റെ അക്കൗണ്ടിലേക്ക് 10000 രൂപ അയച്ചു നൽകിയെന്നും യുവതി മൊഴിയിൽ പറയുന്നുണ്ട്.